എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ വീട് വെക്കാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് നിങ്ങളിവിടെ ഫ്രീ പ്ലാനുകൾ എടുത്ത് കൊടുക്കുക. അന്നേരത്തേക്ക് ഇവിടെ നമ്മുടെ പേര് ടൈപ്പ് ചെയ്യാൻ പറയാം. നിങ്ങളുടെ പേരെന്താണോ ആ പേര് നിങ്ങൾ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതിനുശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡി. ഫ്യൂച്ചർ ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഒക്കെ നിങ്ങൾ എൻ്റർ ചെയ്യാൻ പറയുന്നത്. അപ്പം നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ ജോലി എന്താണോ അത്, നിങ്ങൾ ആരാണ്, നിങ്ങൾ വീട് വെക്കാൻ പോകുന്നവരാണോ, ബിൽഡർ ആണോ, സിവിൽ എഞ്ചിനീയർ ആണോ, ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ നമ്മൾ ഹോം ഓണർക്കാണ് നമ്മളിപ്പോൾ ക്രമീകരിച്ചേക്കുന്നത്. വീട് വെക്കാൻ പോകുന്ന ആളുകൾക്ക് ഇതെങ്ങനെയാണ് ടൂൾ ഉപയോഗിക്കാൻ പറ്റുകയെന്ന് പറയുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് വീടാണോ, അതേ നമ്മൾ റെനോവേഷൻ ആണോ, റിട്ടയർമെൻറ്റിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നതാണോ, NRI റിട്ടേൺ ആണോ, റെൻ്റലിന് വെച്ചിട്ടാണോ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആ രീതിയിലേക്ക് ഇത് നമ്മൾ AI കൊടുക്കുവാണ്. അപ്പോൾ AI ഈ ഇൻഫർമേഷൻ അനുസരിച്ച് AI നമുക്ക് കൃത്യമായിട്ടുള്ള തിരിച്ച് റിസൾട്ടും കാര്യങ്ങളും തരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളത് തീരുമാനം എടുക്കുന്ന ആരാണ്? നമ്മൾ സ്വയമാണോ, അത് ഭാര്യയും കൂടെ ചേർന്നിട്ടാണോ, നിങ്ങൾ പേരൻസും കൂടെ ചേർന്നിട്ടാണോ, അത് ജോയിന്റ് ഫാമിലി ആണോ, ആരാണ് നമ്മൾ ഇതിന്റെ ഫൈനൽ ഡിസിഷൻ എടുക്കണമെന്നാണ് ചോദിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്ലോട്ടിന്റെ ഇത്, അപ്പോൾ നമുക്ക് മീറ്ററിൽ വേണമെങ്കിൽ മീറ്ററിൽ കൊടുക്കാം. അപ്പോൾ എനിക്ക് വരുന്നത് ഒരു 15 മീറ്റർ നീളവും 25 മീറ്റർ വീതിയുള്ള ഒരു പ്ലോട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കതിൻ്റെ ഫ്രണ്ടും ബാക്കും നമ്മൾ കൊടുക്കുന്ന രീതിയിൽ ചെയ്യാം. നമ്മുടെ ദർശനം ഏതാണെന്നുള്ളത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഏതൊക്കെ സൈഡിൽ നമുക്ക് റോഡുണ്ട്, ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ, അപ്പോൾ രണ്ട് സൈഡിലും റോഡുണ്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ടിക്ക് ചെയ്യാം. നമ്മുടെ പ്ലോട്ട് എങ്ങനത്തെയാണോ, ഫ്ലാറ്റ് ആണോ, സ്ലോപ്പ് ആണോ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. നമുക്ക് വെള്ളത്തിന്റെ സോഴ്സ് നമ്മൾ എങ്ങനെയാണ്, കിണറാണോ, ബോർവെല്ലാണോ, അല്ലെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തിൻ്റെ ആണോ നമ്മൾ നോക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഫ്യൂച്ചർ ആക്സ് റോഡ് ഉണ്ടോ, കാർ എത്രണ്ണം പാർക്ക് ചെയ്യണം, തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ചെയ്യാം. നമുക്ക് ഓൾറെഡി സൈറ്റിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യാം. നമുക്ക് സർവേ സ്കെച്ച് ഉണ്ടെങ്കിൽ സർവേ സ്കെച്ച് അപ്ലോഡ് ചെയ്യാം. നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിനോവേഷൻ ആണെങ്കിൽ നമുക്ക് ആ പ്ലാൻ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ സൈറ്റിൻ്റെ വില വീഡിയോസ് ഉണ്ടെങ്കിൽ ആ വീഡിയോസ് അയക്കാം. അപ്പോൾ കൃത്യമായിട്ട് AI കൊണ്ട് നമുക്കത് റെഫർ ചെയ്ത് കൃത്യമാക്കി ചെയ്യാൻ പറ്റും. ഓക്കെ. അതിനുശേഷം നമ്മുടെ ബഡ്ജറ്റ്, ഇപ്പോൾ എൻ്റെ ബഡ്ജറ്റ് എത്രയാണോ അത്ര കൊടുക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഒരാളുടെ ബഡ്ജറ്റ് 25 മുതൽ 50 ലക്ഷം രൂപയാണെങ്കിൽ അത് എഴുതുക. കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യണത് എപ്പോഴാണെന്നുള്ളതാണ് അടുത്ത ചോദിക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്കൊരു 3 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അത് എഴുതുക. അതിനുശേഷം നമുക്ക് ഇപ്പോൾ എത്ര രൂപ നമ്മുടെ കയ്യിൽ റെഡി ക്യാഷ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഇതിലുള്ളത് 10 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം എഴുതുക. ഇനി നമുക്ക് എത്രയാണ് വായ്പ വേണ്ടത്, വായ്പ നമുക്കൊരു 35 ലക്ഷമാണ് നമുക്ക് വായ്പ വേണ്ടെങ്കിൽ അത് എഴുതുക. അടുത്ത് നമുക്കൊരു മന്ത്ലി നമുക്ക് എത്ര രൂപ വരെ നമുക്ക് ഈ ഒരു EMI ആയിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റും, നമ്മുടെ കപ്പാസിറ്റി എത്രയാണെന്നുള്ളതാണ്. നമുക്ക് ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ബഡ്ജറ്റ് സേവിങ്സിനാണോ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അത് പ്രീമിയം ക്വാളിറ്റിക്കാണോ? അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മാറ്റുന്ന രീതിയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മുടെ ടോട്ടൽ നമ്മുടെ വീട് പണി എല്ലാം കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര പേരാണ് അംഗങ്ങളെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എത്രയാണെന്ന് കൊടുക്കാം. അപ്പോൾ എത്ര കുട്ടികളുണ്ടെന്ന് ടൈപ്പ് ചെയ്യാം. അതിൽ എത്ര മാതാപിതാക്കൾ, പേരൻസ് എത്ര ഉണ്ടെന്ന് ടൈപ്പ് ചെയ്യാം. ഇത് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഗസ്റ്റുകളുടെ എണ്ണം ഉണ്ടെങ്കിൽ അതെടുക്കാം. നമുക്ക് വല്ല പെറ്റ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് AI കൊണ്ട് നമുക്ക് പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് വർക്ക് ഫ്രം ഹോം ആണ് നമ്മൾ ചെയ്യണമെങ്കിൽ അത് എഴുതുക. ഇനി നമുക്ക് സ്റ്റഡി സ്പേസും കാര്യങ്ങളും വേണമെങ്കിൽ അത് ടൈപ്പ് ചെയ്യാം. അതുപോലെ നമ്മുടെ പേരൻസ് സ്റ്റേ ഫുൾ ടൈം, നമ്മുടെ ഫുൾ ടൈം നമ്മുടെ പേരൻസ് നമ്മളതിലുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം. അതുപോലെ ഈ ഗസ്റ്റ് എപ്പോഴും വരുന്ന ആൾക്കാരാണെങ്കിൽ അത് ചെയ്യാം. ഇനി പെറ്റ് എപ്പോഴും നമ്മുടെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഫ്യൂച്ചറിൽ ചൈൽഡ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ ആ രീതിയിലേക്ക്, അപ്പോൾ ഇനി പിന്നീട് റൂമും കാര്യങ്ങളും വേണമെങ്കിൽ അതുകൂടെ പ്ലാൻ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചോദിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വല്ല എക്സ്പാൻഷനോ കാര്യങ്ങളോ ഫ്യൂച്ചറിലേക്ക് ഒരു 5 വർഷം കഴിഞ്ഞ് നമ്മൾ ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ റൂം ആണ് നമ്മൾ ഇനി എടുക്കാൻ പോണത്, അല്ലെങ്കിൽ എക്സ്ട്രാ ഫ്ലോർ ആണ് എടുക്കാൻ പോണത്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇനി റെൻ്റലായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതല്ല നമുക്കിനി സോളാർ റൂഫ്, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ EV ചാർജിങ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ കണ്ടിന്യൂ കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു പ്രയോറിറ്റിയാണ് കണ്ടോ, സ്പേസ് ഒപ്റ്റിമൈസേഷൻ ആണ് നമ്മുടെ പ്രയോറിറ്റിക്ക് അത് കൊടുക്കാം. അതെല്ലാം നമുക്ക് സ്റ്റോറേജ് ആണെങ്കിൽ ഇവിടെ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറേജ് ആയി. ഇത് ഇനിയിപ്പോൾ നമുക്ക് അതിനേക്കാൾ നാച്ചുറൽ ആയിട്ടാണ് വേണ്ടെങ്കിൽ ഉണ്ട് ഇവിടെ ഇങ്ങനെ, ഇതിങ്ങനെ നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്ക് ഏതാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് 8 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ 8 കാര്യങ്ങളിൽ ഏതാണെന്ന് അപ്പോൾ AIക്ക് മനസ്സിലാകും. നമുക്ക് ഫസ്റ്റ് സ്പേസിനാണ് പ്രാധാന്യം, അതീ നാച്ചുറൽ ലൈറ്റിനാണ് പ്രാധാന്യം, അതീ സ്റ്റോറേജിനാണ് പ്രാധാന്യം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഏതാണോ ആ ഒരു രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി നമുക്ക് എടുക്കുന്ന രീതിയിലേക്ക് ചെയ്യാം. ഇത് കഴിയുമ്പോൾ നമുക്ക് വാസ്തുവും അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അതിനകത്ത് പ്രശ്നമില്ല. ഇത് ഫസ്റ്റ് വെർഷൻ മാത്രമേ ആയിട്ടുള്ളൂ. അതിനുശേഷം വാസ്തുവിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എസ് ടൈപ്പ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നോ ടൈപ്പ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വാസ്തുവിൻ്റെ അളവുകളോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഏതാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണോ, ഇതുപോലുള്ള കാര്യങ്ങൾ വേണോ, അതുപോലുള്ള എല്ലാ സെൻറ്റിമീറ്ററിലോ വേണോ, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് ഫ്യൂച്ചർ അപ്ഡേറ്റ്സിനകത്ത് നമ്മൾ എല്ലാ അളവുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും നമ്മൾ ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ സിറ്റ് ഔട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സിറ്റ് ഔട്ട് എസ് കൊടുക്കുക. അത് നമുക്ക് ഓരോ മുറികൾ, ഇപ്പോൾ അടുത്ത് നമുക്ക് ആ സിറ്റ് ഔട്ടിൻ്റെ അകത്ത് തന്നെ എടുത്തു കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിനകത്ത് നമുക്ക് എത്രയാണ് മിനിമം വേണ്ടത്. ഇപ്പോൾ എനിക്കൊരു 10 അടി ഇൻറ്റു 5 അടിയാണ് എനിക്ക് വേണ്ടതെങ്കിൽ അവിടെ 10 അടി ഇൻറ്റു 5 അടി കൊടുക്കാം. അതാണ് എൻ്റെ റിക്വയർഡ്. ഞാൻ ടേപ്പ് അടിച്ച് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ അളവ് ഇതാണ്.
അതിനുശേഷം എനിക്ക് ഏത് ടൈപ്പ് സിറ്റ് ഔട്ടാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ എനിക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു സിറ്റ് ഔട്ടാണ് വേണ്ടെങ്കിൽ അതെനിക്ക് ഇതേപോലത്തെയാണ് ഇത്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് ടൈപ്പ് ചെയ്യാം. നമുക്ക് ആ സിറ്റ് ഔട്ട് നമുക്ക് എവിടെയാണ് വരേണ്ടത്, സെൻറ്ററിലാണോ വരേണ്ടത്, ലെഫ്റ്റ് സൈഡിലാണോ, റൈറ്റ് സൈഡിലാണോ, അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഷേപ്പിൽ ചെയ്യാം. ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ പ്ലാനോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ വിൻഡോയുടെ പൊസിഷനോ ഡോറിൻ്റെ പൊസിഷനോ കാര്യങ്ങളോ ഒന്നും വെക്കേണ്ട. കാരണം അത് ഓട്ടോമാറ്റിക്കാണ്. ഇനി ഓൾറെഡി നിങ്ങളുടെ ഫ്ലോർ പ്ലാനും കാര്യങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളത് ആ ഫ്ലോർ പ്ലാൻ നിങ്ങളവിടെ അപ്ലോഡ് ചെയ്യും. നിങ്ങളിവിടെ കൃത്യമായിട്ട് ടിക്ക് ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പ്രോംപ്റ്റുകൾ നമുക്ക് വരാൻ പറ്റും നമ്മൾ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ സിറ്റ് ഔട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫർണിച്ചറുകൾ ഏതൊക്കെയാണെന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. ഉണ്ട്. അപ്പോൾ നമ്മൾ സിംഗിൾ ചെയർ, അപ്പോൾ സിംഗിൾ ചെയർ നമുക്ക് ഇത് ഏകദേശം 2500 രൂപയാണ് ആമസോണിൻ്റെ പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സിംഗിൾ ചെയറിലുള്ള ഇഷ്ടം പോലെയുള്ള സാധനങ്ങൾ കാണും. അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണെന്ന് നമ്മൾ നോക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് കസേര ഇടാൻ പോകുന്നത് നമുക്ക് ഏതാണെന്ന് നമുക്ക് തോന്നിയിട്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് അപ്രോക്സിമേറ്റ് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഇട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്കൊരു ഇഷ്ടപ്പെട്ട ചെയർ ഏതാണോ അതിൻ്റെ തന്നെ പല സൈറ്റുകളിലേക്കും പോയിട്ട് അതിൻ്റെ നമുക്ക് വേറെ വേറെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി മാത്രമുള്ളതാണ് ഇത്. ഈ ആമസോണിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു റേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് കറണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് 2500 രൂപയുടെ വേണ്ട, നിങ്ങൾക്ക് ഒരു 1500 രൂപയുടെ മതിയെങ്കിൽ 1500. ഇങ്ങനെ ഇവിടെ ഒരെണ്ണത്തിന് സ്ഥാനത്ത് രണ്ടെണ്ണം വേണം. ഓക്കെ, ഡബിൾ ചെയർ ആണെങ്കിൽ നമ്മളിവിടെ പോവുക. വുഡൻ ബെഞ്ച് ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ കൊടുക്കുക. അപ്പോൾ അവിടെ അതിനകത്ത് 5500 എന്ന് കാണിച്ചേക്കണം. നമുക്ക് 5500 ചെയർ വേണ്ട, നമുക്ക് വേണമെങ്കിൽ 10,000 ചെയർ വേണമെങ്കിൽ അത് ചെയ്യാം. അതിൽ നമുക്ക് 3900 മതിയെങ്കിൽ അത് ചെയ്യാം. അപ്പം അങ്ങനെ നമുക്ക് 2500 രൂപയുടെ ചെയർ മതിയെങ്കിൽ അത് ചെയ്യാം. നമുക്ക് ഏതാണോ വേണ്ടതെന്നുള്ളത് അവിടെ ടിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വുഡൻ ബെഞ്ചിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഞാൻ പോയിട്ട് എനിക്കൊരു 3000 മതി. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആ ഇമേജസും കാര്യം നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, അപ്പം നമ്മൾ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ വീട്ടിൽ ഉപയോഗിക്കാൻ പോകുന്ന ഫർണിച്ചറുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ സെലക്ട് ചെയ്യുന്ന ഫർണിച്ചർ അനുസരിച്ചായിരിക്കും നമ്മൾ റൂമിൻ്റെ സൈസ് കൊടുക്കുക. ചുമ്മാ നമ്മൾ റൂമിൻ്റെ സൈസ് കൊടുക്കുകയല്ല, നമ്മൾ ആ വീട്ടിൻ്റെ അകത്ത് ആകെ 5 ഫർണിച്ചർ ഇടുന്നുള്ളെങ്കിൽ 5 ഫർണിച്ചറിനനുസരിച്ചുള്ള റൂമിൻ്റെ സൈസ് ആയിരിക്കും നമ്മൾ ഇടുക. അപ്പോൾ ആ രീതിയിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഏറ്റവും മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ സിറ്റ് ഔട്ടിനകത്ത് നമ്മൾ 3 ഫർണിച്ചറാണ് ഇടുന്നത്. അപ്പോൾ ലിവിംഗ് ഹാളിൽ പോയി എസ് ഇട്ടു. ആ ലിവിംഗ് ഹാൾ നമുക്ക് വേണ്ട സൈസ്, ഇപ്പോൾ നമ്മളവിടെ നമ്മുടെ നിലവിലുള്ള ലിവിംഗ് ഹാളിൽ പോയപ്പോഴത്തേക്കും എനിക്കൊരു 10 ഇൻറ്റു 14 അടിയാണ് കിടക്കുന്നതെന്ന് വിചാരിച്ചു. അതാണ് എനിക്കൊരു ഏകദേശം വേണ്ടത്. എന്നിട്ട് അത് എങ്ങനത്തെ ടൈപ്പാണ് വേണ്ടതെന്നുള്ളത്, എവിടെ ഏത് സൈഡിലാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ടിക്ക് ചെയ്യാം. നമുക്ക് ഏത് ടൈപ്പുള്ള ലിവിംഗ് ഹാളാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. മോഡേൺ ആണോ, അല്ല കണ്ടംപററി ആണോ, ലക്ഷറി ആണോ, മിനിമൽ ആണോ, അതിനുശേഷം ഫാമിലിയും ഇത് കൂടെ ഒരുമിച്ച് വരുന്നതാണോ, ഓപ്പൺ ആയിട്ടുള്ള ഹാളാണോ വേണ്ടത്, ലിവിങ്ങും ഡൈനിങ് ഇതേപോലത്തെ ആണോ വേണ്ടത്, അതുപോലുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രയോറിറ്റി ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇപ്പോൾ ഡോറോ കാര്യങ്ങളോ നമ്മൾ പ്ലാൻ വരയ്ക്കാത്തതുകൊണ്ട് നമുക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല. അതെല്ലാം ഓൾറെഡി നമ്മൾ പ്ലാൻ വരച്ചേക്കണമെങ്കിൽ നമ്മൾക്ക് ഡോർ പൊസിഷൻ കൊടുക്കാം. നമ്മുടെ ഡോർ എവിടെയാണ് നമ്മുടെ ലിവിംഗ് ഹാളിൻ്റെ ഡോർ വരുന്നത്, എവിടേക്കാണ് നമുക്ക് ജനൽ വരുന്നത്. അപ്പോൾ ആ രീതിയിലായിരിക്കും പ്രോംപ്റ്റും കാര്യങ്ങളും വരിക. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇത് തന്നെ നമുക്ക് ഓരോന്നും കാര്യങ്ങൾ, ഇപ്പോൾ സോഫയാണെങ്കിൽ സോഫയെ ക്ലിക്ക് ചെയ്യാം. സോഫയുടെ ഇഷ്ടംപോലെ ഇമേജസ് വരും. നമുക്ക് ഇഷ്ടപ്പെട്ട സോഫ ഏതാണെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സോഫയുടെ നമുക്ക് തന്നെ പല സൈറ്റുകളിലും പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഏകദേശം അറിയാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സൈറ്റുകളിലും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള റേറ്റും കാര്യങ്ങളും നമുക്ക് ഇവിടെ ചെയ്യാം. അപ്പോൾ ഇവിടെ കൊടുത്തു. ഇവിടെ 9500 കൊടുത്തു. എനിക്ക് 7500 ചെയറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യാം. 2 സീറ്റർ സോഫ വേണ്ട, 3 സീറ്ററാണ് എനിക്ക് വേണ്ടത്. അതിൻ്റെ ഞാനിവിടെ സൈറ്റിൽ പോകുന്നു. സൈറ്റിൽ പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് എടുക്കുന്നു. അപ്പോൾ എനിക്ക് ഇട്ടത് 25,000 ആണെങ്കിൽ 25,000. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അത് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് വേണ്ടത് എല്ലാ സാധനങ്ങളും നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കിയാൽ മതി. ഇങ്ങനെ നമ്മൾ ഏതൊക്കെ സാധനങ്ങളാണോ നമുക്ക് വേണ്ടത് അതെല്ലാം നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കും. നമുക്ക് എണ്ണവും ഇവിടെ ടൈപ്പ് ചെയ്യണം. അതിനാണ് ഗുണം എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആ രീതിയിലേക്ക് എനിക്ക് ഏതൊക്കെയാണ് എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാനിവിടെ സെർച്ച് ചെയ്ത് നോക്കി ഏതൊക്കെയാണെന്നുള്ള ആഡ് ചെയ്ത് കൃത്യമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അടുത്ത ഡൈനിങ് ആണ്, ഡൈനിങ് വേണമെങ്കിൽ ഡൈനിങ്, അടുത്ത ബെഡ്റൂം ആണെങ്കിൽ ബെഡ്റൂം, അടുത്ത കിഡ്സ് റൂം ആണ് കിഡ്സ് റൂം, ഗസ്റ്റ് റൂം ആണ് ഗസ്റ്റ് റൂം, കിച്ചൺ ആണ് കിച്ചൺ, ഇതിനകത്ത് വർക്ക് ഏരിയ ആണ് വർക്ക് ഏരിയ, പൂജാ റൂം വേണമെങ്കിൽ പൂജാ റൂം, ബാത്റൂം എത്രണ്ണമാണ്, അടുത്ത ഹോം ഓഫീസ് വേണമെങ്കിൽ അത്, ജിമ്മ് വേണമെങ്കിൽ അത്, ഹോം തിയേറ്റർ വേണമെങ്കിൽ അത്, ഔട്ട്ഡോർ, ഇങ്ങനെ നമുക്ക് ഓരോന്നും വേണ്ടത്. ഇപ്പോൾ നമുക്ക് ഏതൊക്കെയാണോ വേണ്ടത് അത് ചെയ്യാം. അപ്പോൾ അടുക്കളയാണ് വേണ്ടതെങ്കിൽ അടുക്കളയ്ക്കായിട്ട് പോയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എല്ലാത്തിൻ്റെയും ആ ഇമേജസും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വേണ്ടത് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്കിവിടെ ടിക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ആ രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അത് എങ്ങനത്തെ കൺസെപ്റ്റാണ് വേണ്ടതെന്നുള്ളത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ചെയ്ത് അതിനുശേഷം കണ്ടിന്യൂ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു രീതിയിലേക്ക് വരും. ഇവിടെയാണ് നമ്മുടെ എക്സ്റ്റീരിയൽ. നമുക്ക് ഏത് ടൈപ്പുള്ള എക്സ്റ്റീരിയലാണ് നമുക്ക് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത്, സ്ലോപ്പ്ഡ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ മിക്സഡ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണോ വേണ്ടത്, നമുക്ക് എങ്ങനെ മെയിൻ്റനൻസ് കുറഞ്ഞതാണോ വേണ്ടത്, വെതർ പ്രൂഫ് ആണോ വേണ്ടത്, ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കതല്ലാതെ നമുക്ക് എന്തെങ്കിലും നമുക്ക് ഒരു പർഗോള ടൈപ്പ് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ വേണം, ഇങ്ങനെ കളറിലുള്ള വേണം, അതുപോലുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് വേണ്ട എന്താണെന്ന്.
അത് കഴിയുമ്പോഴത്തേക്കാണ് എഐയുടെ സമ്മറിയിലേക്ക് വരിക. അപ്പൊ എഐ ഇത്രയും കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നത് ശരിക്കും ഒരു എഞ്ചിനീയർ വൺ ടു വൺ ഇരുന്നിട്ട് നമ്മൾ സംസാരിക്കുന്നത് അതേപോലെ തന്നെ കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് വരിക. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സാധാരണ എഞ്ചിനീയർമാർ ചോദിക്കുന്ന എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളിതിനകത്ത് വരും. ഇവിടെ നമ്മൾ ചെയ്യാൻ നേരത്ത് നമുക്കറിയാൻ പറ്റും. ഇത് നോക്കിക്കഴിഞ്ഞാൽ 40,500 നമുക്ക് ഫർണിച്ചറിന് തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരും. നമ്മൾ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അതുപോലെ നമുക്ക് എത്രയാണ് ഏകദേശം ബിൽഡപ്പ് ഏരിയ വരിക, ബഡ്ജറ്റ് എത്രയാണ് വരിക, തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വരും. എത്രയാണ് ഒരു ഏകദേശം കൺസ്ട്രക്ഷൻ ടൈം വരിക, തുടങ്ങിയ കാര്യങ്ങൾ വരും. അതിനുശേഷം ഇതിനെപ്പറ്റി നമ്മളെ പറ്റിയുള്ള ഡീറ്റെയിൽ ഇട്ട് ഇപ്പോൾ ശരവണ എസ് നായർ കോട്ടയമാണ് സെൽഫ് എംപ്ലോയ്ഡ്. അപ്പോൾ ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് വരും. എൻ്റെ പ്ലോട്ട് ഇതാണ്, എൻ്റെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്, അതുപോലുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ ഒരു വൺ ടു വൺ ഇരുന്നിട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചോദിക്കണം. അപ്പോൾ നമ്മൾ വൺ ടു വണ്ണിനകത്ത് നമ്മളിരിക്കുന്ന ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം ആയിരിക്കും ഇവിടെ കൊടുക്കുക. ഇതിനകത്തുള്ള റിസ്കുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ EMI കംഫോർട്ട് എന്ന് പറഞ്ഞാൽ 10,000 രൂപയാണ്. അപ്പോഴത്തേക്കും ഇതിനകത്ത് ലോൺ എമൗണ്ട് 35 ലക്ഷം രൂപയാണ്. അപ്പോഴത്തേക്കും ഇത് എത്രയാണ് ഇത് ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ സിറ്റ് ഔട്ട് 5 അടിയാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് അതിനകത്ത് നമ്മൾ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അത് പറയും. അതുപോലെ ഡെഡ് സ്പേസ് ആയിട്ട് നമുക്ക് ചെയ്തതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പറയും. പാർക്കിങ്ങിനെ പറ്റി അതേപോലെയുള്ള എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും വരും. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുണ്ടോ ഓരോന്നിന്റെ അളവുകൾ വന്നിട്ടുണ്ട്. എക്സ്പെക്ടഡ് സൈസ് പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്. 12 അടി ഇൻറ്റു 7 അടിയാണ് വേണ്ടത്. ആ രീതിയിലേക്ക് നമുക്ക് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് കോപ്പി ആയിട്ടുള്ള മാത്രമേ ഉള്ളൂ. സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് പ്രോംപ്റ്റ് ആണ്. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഫർണിച്ചറുകൾ ഏതൊക്കെയാണ്? ഇപ്പം നമ്മളവിടെ ടിക്ക് ചെയ്തല്ലോ ഫർണിച്ചറുകൾ. ആ ഫർണിച്ചറുകൾക്കനുസരിച്ച് നമുക്കിവിടെ പ്രോംപ്റ്റും കാര്യങ്ങളും വരുന്ന രീതിയിലേക്കായിരിക്കും ഇനി ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ എക്സ്റ്റീരിയൽ നമ്മളിപ്പോൾ കൊടുത്തതനുസരിച്ച് ഒരു എക്സ്റ്റീരിയലും വരുന്ന രീതിയിൽ. അപ്പോൾ എക്സ്റ്റീരിയൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഇവിടെ പോയിട്ട് നമ്മൾ എക്സ്റ്റീരിയൽ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ടൂളിൽ പോവുക. ഈ ടൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് അനുസരിച്ച് അത് ജനറേറ്റ് ചെയ്ത് തരും. അതിൻ്റെ വീഡിയോ ജനറേറ്റ് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം, തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മൾ ടെക്സ്റ്റ് കൊടുത്തപ്പോഴത്തേക്ക് ജനറേറ്റ് ചെയ്ത് വന്ന ഇമേജസ് ആണ്. ഈ രീതിയിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇങ്ങനെ നമുക്ക് ടെക്സ്റ്റ് അനുസരിച്ച് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഇത് എക്സ്റ്റീരിയലാണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ വേണമെന്ന് വെച്ചോ, ലിവിംഗ് ഹാളിൻ്റെ വേണമെന്ന് വെച്ചോ. അപ്പോൾ ലിവിംഗ് ഹാൾ വേണമെങ്കിൽ ജസ്റ്റ് കോപ്പി ചെയ്യുക, എന്നിട്ട് ലിവിംഗ് ഹാൾ എടുക്കാൻ പറ്റും. എന്നിട്ട് അടുത്ത് ഇവിടെ കൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഡോർ ഓൺ ദ ബാക്ക് വാള്, വിൻഡോ ഓൺ ദ ലെഫ്റ്റ് വാള്. ഇതാണ് ഇത് ഡോർ എവിടെയാണ്, വിൻഡോ എവിടെയാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൃത്യമായിട്ട് അവിടെ പ്രോംപ്റ്റിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പ്രോംപ്റ്റ് മാറും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടുന്ന് നമ്മൾ മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് ജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും വരിക. നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുണ്ടോ, അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് വന്നേക്കുന്നത്. ഇത് നമുക്ക് ഷോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം HD-യിലേക്ക് ആക്കണമെങ്കിൽ HD-യിലേക്ക് ആക്കാം. അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. നമ്മുടെ കൺസെപ്റ്റ് ഇതാണെന്ന് നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺസെപ്റ്റ് ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ഒന്നുകൂടെ നമ്മുടെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് അവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റിനനുസരിച്ച് ഇത് ഇമേജ് ആയിട്ട് ജനറേറ്റ് ചെയ്യണം. ഈ ഇമേജ് നമ്മൾ എടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടാൻ, ഇങ്ങനെയൊക്കെയാണ് വരുന്ന സാധനങ്ങളെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ എഞ്ചിനീയറുടെ അടുക്ക പറയാൻ നേരത്ത് എനിക്കിത് ഇതേപോലത്തെ എക്സ്റ്റീരിയലാണ് വേണ്ടത്. എൻ്റെ റൂമെന്ന് പറഞ്ഞാൽ, എൻ്റെ ലിവിംഗ് റൂം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സാധനമാണ് വേണ്ടത്. ഞാനൊരു പണി കഴിയുമ്പോഴത്തേക്കും എൻ്റെ സാമ്പത്തികം അനുസരിച്ച് എനിക്ക് ഇത്രയും ഫർണിച്ചർ ചെയ്യാനുള്ള സാമ്പത്തികമുള്ളൂ. അപ്പോൾ ഈ ഫർണിച്ചറുകൾ കിടക്കുന്ന രീതിയിലേക്കുള്ള സാധനങ്ങൾ വേണം. ഈ രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ എഞ്ചിനീയറോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതാണ് എൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ആ രീതിയിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, എഞ്ചിനീയർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതേപോലെ ചെയ്യണത്. കാരണം ഇത് കഴിയുമ്പോഴത്തേക്കുണ്ടോ, ഇത് കഴിയുമ്പോഴത്തേക്കും വരുന്നത് ഡൗൺലോഡ് സ്മാർട്ട് റിപ്പോർട്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കത് PDF ഫയലായിട്ട് നമുക്ക് വരും. അപ്പോൾ നമ്മളെ പറ്റിയുള്ള ഡീറ്റെയിൽ എത്രയാണ് ഫർണിച്ചർ വേണ്ടത്, എന്തൊക്കെയാണ് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം വരും. ഈ ഒരു PDF ഫയൽ നിങ്ങൾക്ക് എഞ്ചിനീയർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എഞ്ചിനീയർ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വാട്സപ്പിലേക്ക് അയക്കാൻ പറ്റും. അതിലെ നമുക്ക് വൺ ടു വൺ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ബുക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ബുക്ക് ചെയ്യുന്ന രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും കണ്ടോ, ഇതേപോലത്തെ ഒരു സൈറ്റ് ആയിരിക്കാൻ വരിക. അത് നമുക്ക് ആരെയാണ് വേണ്ടത്, നമുക്ക് ഇന്റീരിയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ആരെ വേണമെങ്കിലും വാസ്തുകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ടോ, ഈ ഫീൽഡിലുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്തുണ്ട്. അവരെല്ലാം നമ്മളതിന് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ പേര്, അവരുടെ ഫോൺ നമ്പർ, അവരുടെ എത്ര പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്, അവരുടെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, റീസെൻ്റ് ആയിട്ട് അവർ ചെയ്തേക്കുന്ന പ്രൊജക്റ്റുകൾ, അതെല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യും. അവർ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫോൺ വിളിക്കാം, ഡയറക്റ്റ് ആയിട്ട് വാട്സാപ്പിലൂടെ ചോദിക്കാം. അവരുടെ വ്യൂ പ്രൊഫൈലിൽ പോയിട്ട് അവരെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്, അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഇവിടെ പോയിട്ട് മാച്ച് മീനോ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് വേണ്ടത് ഇന്ത്യയിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇന്ത്യയിൽ എന്ന് ടൈപ്പ് ചെയ്യാം. എൻ്റെ പ്ലോട്ട് 5 തൊട്ട് 10 സെൻറ്റാണ്. എൻ്റെ സ്ഥലം കോട്ടയത്താണ്. എൻ്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് ചോദിക്കണേ, ബഡ്ജറ്റ് കൊടുത്തു. വാസ്തുവിൻ്റെ ഗൈഡൻസോ കാര്യങ്ങളോ വേണമെന്നുള്ളത്. അപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക, വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. അതിനകത്ത് കൺസ്ട്രക്ഷൻ സപ്പോർട്ട് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ യെസ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ കണ്ടോ, അപ്പോഴത്തേക്കും ടോപ്പ് 2 എക്സ്പേർട്സ് നിയർ മീ, ശരവണ എസ് നായർ, രാജീവ് പിള്ള, ഇതെല്ലാം ഡമ്മിയാണ്. 12 വർഷത്തെ എക്സ്പീരിയൻസ്, 20 വർഷത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് കമ്പയർ ചെയ്യാൻ പറ്റും ആരൊക്കെയാണോ ഉള്ളതെന്നുള്ളത്.
എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ സർവീസ് ചെയ്യുന്ന ആ പ്രൊഫഷനിലുള്ള ആൾക്കാരായിരിക്കും ഇവിടെ കാണിക്കുക. എന്നിട്ട് അവരുടെ സോഷ്യൽ മീഡിയയിലും അവരുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക. എന്നിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആരാണോ അവരിലേക്ക് പോകുക. എന്നിട്ട് അവിടെ പോയിട്ട് അവരാരൊക്കെയാണ്, ഇപ്പോൾ രാജീവ് പിള്ള ആണെന്നുണ്ടെങ്കിൽ ഉണ്ടോ 20 എക്സ്പീരിയൻസ്, അവരുടെ വർക്കുകൾ, കാര്യങ്ങളെല്ലാം കാണുക. ഇങ്ങനെ രീതിയിലേക്ക് പ്രൊഫഷണലായിട്ട് ആൾക്കാരെ നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പോൾ ഈ കാണാൻ നേരത്ത് നിങ്ങൾ എന്താ കൊടുക്കേണ്ടത്? ഇവരുടെ വാട്സപ്പിലേക്ക് നിങ്ങൾ ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കാൻ നേരത്ത് നമ്മളിപ്പോൾ ഓൾറെഡി വരച്ച് ചെയ്തേക്കുന്നതിൻ്റെ PDF ഫയൽ ഉണ്ട്. ആ PDF ഫയൽ അവർക്ക് കൊടുക്കുക. എന്നിട്ട് അവരോട് ചോദിക്കുക എപ്പോഴാണ് ബുക്കിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യും. എന്നിട്ട് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവർക്ക് വർക്ക് കൊടുക്കുന്ന രീതിയിലേക്കോ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ സാധാരണ ചെയ്യുന്നതിൻ്റെ പകരമായിട്ട് നിങ്ങൾ ഇതേപോലെ ഫർണിച്ചറുകൾ ഏതൊക്കെയാണ് നമ്മൾ സാമ്പത്തികം അനുസരിച്ച് മേടിക്കാൻ പോകുന്നത്, നമുക്ക് വീടിനെ പറ്റിയുള്ള കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്കുണ്ട്. നമുക്ക് ഇമേജസ് ഉണ്ട്, അതുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇതേപോലെ നമ്മുടെ കൺസെപ്റ്റ് ഉണ്ടാകുന്നത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എഞ്ചിനീയറുമായിട്ട് സംസാരിക്കാനായിട്ട്. നമുക്ക് ഇമേജ് മാത്രമല്ല, ഇതിനകത്ത് നമുക്ക് വീഡിയോ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം, മെറ്റീരിയൽ ചേഞ്ച് ചെയ്യാം, വാൾ ചേഞ്ച് ചെയ്യാം, ടൈല് ചേഞ്ച് ചെയ്യാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ പറ്റും. ആണെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എഞ്ചിനീയറെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് എഞ്ചിനീയർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് എഞ്ചിനീയർ ഡിസൈൻ ചെയ്ത് വരികയും ചെയ്യും. ഇതെല്ലാം നമ്മൾ ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ 3D മോഡലാക്കി നമ്മൾ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വെബിനാർ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ വെബിനാറിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.